യുവജനങ്ങളെ വഞ്ചിക്കാൻ സ്വർണം കടത്തിയ കേരള മുഖ്യൻ ഡോളർ കടത്തിയ സ്പീക്കറും ലഹരി കടത്തിയ പാർട്ടിക്കാരും കേരള നാടിന് നാണക്കേട് അയ്യയ്യേ നാണക്കേട് രാജിവെക്കും പുറത്തു പോകും അധോലോക സർക്കാരെ രാജിവെക്കും പുറത്തു പോകും അധോലോക നായകനെ പിണറായി വിജയൻ രാജിവെക്കും കേരള സ്പീക്കർ രാജിവെക്കും കേരള നാടിനെ രക്ഷിക്കൂ സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും UDF പ്രതിഷേധവും കേരള നാടിൻ പ്രതിഷേധവും നമ്മൾ മൈക്ക് വെക്കണം. മൈക്ക് വെക്കണം. കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ആദ്യമായിട്ടാണ് സ്പീക്കർ ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സന്ദർഭം. ആ സ്പീക്കർ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനം അവിടെയാണ് 5 വർഷമായി കേരള ജനതയെ പറ്റിക്കുന്ന, കബളിപ്പിക്കുന്ന, അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു സർക്കാരിന് ഇന്ന് നയപ്രഖ്യാപനം ഗവർണർ നടത്തുന്നു. ഞങ്ങൾ പറഞ്ഞത് അതുകൊണ്ടാണ് ഈ ജനാധിപത്യത്തിന് ഒരർത്ഥവുമില്ലാത്ത നിലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഗവൺമെന്റാണിത്. കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്പീക്കറാണ് ഇവിടെ ഉള്ളത്. ഇവിടെ മുഖ്യമന്ത്രിക്ക് പറ്റിയ സ്പീക്കർ തന്നെയാണ്. ഒരു ഭാഗത്ത് ഗവൺമെന്റിന്റെ അഴിമതി നടക്കുന്നു, മറുഭാഗത്ത് നിയമസഭയെ അഴിമതിയുടെ കേന്ദ്രമായി മാറ്റുന്നു. ആ സ്പീക്കറുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഇന്നത്തെ ഈ നയപ്രഖ്യാപനം വെറും പൊള്ളയായ കാര്യങ്ങൾ മാത്രമാണ് ഗവർണർ അവിടെ അവതരിപ്പിച്ചത്. ഈ 5 വർഷമായി ധാരാളം വാഗ്ദാനങ്ങൾ നൽകി, ഒരു വാഗ്ദാനവും പാലിച്ചില്ല. ഇന്ന് നയപ്രഖ്യാപനത്തിലൂടെ പറഞ്ഞ ഓരോ കാര്യങ്ങളും ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. വാഗ്ദാനങ്ങൾ വാരിക്കോരി നൽകുക, ആ വാഗ്ദാനങ്ങൾ നടപ്പാക്കാതിരിക്കുക. മറുഭാഗത്തെ അഴിമതിയിലൂടെയും കൊള്ളനടത്തലിലൂടെയും കേരള ജനതയെ വഞ്ചിക്കുക. ഡോളർ കള്ളക്കടത്തിൽ ഭരണഘടനാ സ്ഥാപനത്തിൽ ഇരിക്കുന്ന വ്യക്തിക്ക് പങ്കുണ്ട് എന്ന് കോടതി പറഞ്ഞപ്പോൾ നമ്മൾ ഞെട്ടി. ഇന്ന് ആരാണ് ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. സ്പീക്കർ ആണ് എന്നത് ബോധ്യപ്പെട്ടിരിക്കുന്നു. സ്പീക്കർ തന്റെ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് ആ അന്വേഷണത്തെ പോലും അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. ചട്ടങ്ങളും നിയമങ്ങളും ഉദ്ധരിച്ച് ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ തുടക്കം മുതൽ ശ്രമിക്കുന്നു. അതേ നിലപാടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2 പേരുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ നയപ്രഖ്യാപനം കേരളത്തിലെ ജനങ്ങളോടുള്ള കബളിപ്പിക്കൽ മാത്രമാണ്. അതുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഈ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ അപമാനിച്ച സ്പീക്കർ രാജിവെക്കുക, മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ശക്തമായ ആ പ്രക്ഷോഭവുമായി ഞങ്ങൾക്ക് സഭാ തലത്തിൽ നിന്ന് വാക്കൌട്ട് ചെയ്ത്
ആ സഭാ കവാടത്തിൽ സത്യാഗ്രഹം ഇരിക്കേണ്ടി വന്നത്. കേരള ജനത ഇന്ന് ഗവർണർ പറഞ്ഞു, ഞങ്ങൾ ഭരണഘടനാപരമായ എൻ്റെ ഉത്തരവാദിത്തം ഞാൻ നിറവേറ്റുകയാണ്. വേറെ ഒന്നുമല്ല, ഗവൺമെന്റിനെ പറ്റി ഒന്നും പറയാനില്ല. പക്ഷേ എൻ്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിറവേറ്റാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് പറഞ്ഞ ഗവർണർ ഒരു ഭംഗ്യന്തരേണ ഗവൺമെന്റിനെ ന്യായീകരിക്കാതിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതേ ഗവർണറോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഭരണഘടനാപരമായ ഞങ്ങളുടെ അവകാശം ഉയർത്തിപ്പിടിക്കുകയാണ്. കേരള ജനതയുടെ അഭിലാഷങ്ങളും അവരുടെ പ്രതീക്ഷകളും ഇല്ലാതാക്കിയ ഒരു സർക്കാരിന്റെ നടപടിക്കെതിരായ ജനവികാരം നിയമസഭയ്ക്കുള്ളിൽ പ്രകടിപ്പിക്കുക പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ്, ഞങ്ങളുടെ അവകാശമാണ്. ആ അവകാശമാണ് ഞങ്ങൾ പ്രകടിപ്പിച്ചത്. സമാധാനപരമായി ഗവർണറുടെ പ്രസംഗം ഞങ്ങൾ ബഹിഷ്കരിച്ച് സഭാ കവാടത്തിൽ സത്യാഗ്രഹം നടത്തി. സഭാ പ്രസംഗം അവസാനിക്കുന്നത് വരെ ഈ പ്രതിഷേധ സഭയിൽ തുടരും. ഈ കാര്യങ്ങൾ ജനങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ജനങ്ങളുടെ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സഭ ഞങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സഭാ അധ്യക്ഷൻ ആരോപണ വിധേയനായിട്ടുള്ള അധ്യക്ഷന്റെ സാന്നിധ്യത്തിൽ ഒരു ഗവർണർ നയപ്രഖ്യാപനം നടത്തി. ആ ഒരു നിസ്സഹായാവസ്ഥ ഗവർണർ തന്നെ പ്രകടിപ്പിച്ചു. ഞാൻ എൻ്റെ ഭരണഘടനാ ഉത്തരവാദിത്വം നിർവഹിക്കുക മാത്രമാണ്, എനിക്കിതില്ലാതെ വേറെ വഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞതിലൂടെ അദ്ദേഹം ഇന്ന് പ്രഖ്യാപിച്ച നയപ്രഖ്യാപനത്തിൻ്റെ കണ്ടന്റിനോട് അദ്ദേഹത്തിന് പോലും യാതൊരു തരത്തിലുള്ള ആഭിമുഖ്യവും ഇല്ല എന്നുള്ള ഒരു പ്രഖ്യാപനമായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. ഇവിടെ നിയമസഭ എന്ന് പറയുന്ന ഒരു ശ്രീകോവിൽ, ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിനെ മറയാക്കി പിടിച്ചുകൊണ്ടാണ് സഭാ അധ്യക്ഷനിൽ ഈ കള്ളക്കടത്തിലും സ്വർണ്ണക്കടത്തിലുമൊക്കെ കൂട്ടുനിന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്കെതിരെ ഞങ്ങൾ അവിശ്വാസവും കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം അന്തസ്സായി അത് മാറിയിരുന്ന് ഡെപ്യൂട്ടി സ്പീക്കറെയെങ്കിലും ചുമതലയേൽപ്പിച്ച് അദ്ദേഹം താഴെ ഇരിക്കേണ്ടതായിരുന്നു. അത് ചെയ്യാത്തതിൽ ഉള്ള പ്രതിഷേധം എന്ന് മാത്രമല്ല, ഒരു ഗവൺമെൻറ് തന്നെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇനി ഇഡിയും കസ്റ്റംസും ചോദ്യം ചെയ്യാൻ ആരും ബാക്കിയില്ല. അങ്ങനെയുള്ളൊരു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രി നിയന്ത്രിക്കുന്നു, സ്പീക്കറുടെ ഓഫീസിൽ നിന്നുകൊണ്ട് സ്പീക്കർ നിയന്ത്രിക്കുന്നു. പിന്നെ എവിടെയാണ് ഇവിടെ യഥാർത്ഥമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കുക? ആ സാഹചര്യത്തിൽ ഈ നയപ്രഖ്യാപനത്തിന് ഒരു പ്രസക്തിയില്ല. ഈ നയത്തിൻ്റെ ഒരു കാര്യവും നടപ്പിലാകാൻ പോകുന്നുമില്ല. കഴിഞ്ഞ 5 വർഷത്തെ നയപ്രഖ്യാപനം ഒന്നിച്ചെടുത്ത് ബൈൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഈ കേരളത്തിൽ നടന്നിട്ടുള്ളത് എന്ന് നമുക്കന്ന് മനസ്സിലാകും. അതുകൊണ്ട് ഈ കൊള്ളയായ ജനങ്ങളെ മുഴുവൻ വഞ്ചിക്കുന്ന രീതിയിൽ നടത്തിയിട്ടുള്ള ഈ ഒരു ശ്രമത്തിനെതിരെയാണ്, അല്ലാതെ ഗവർണർക്കെതിരെ അല്ല ഞങ്ങളുടെ സമരം. ഞങ്ങളുടെ സമരം സ്പീക്കർക്കെതിരെയും ഗവൺമെൻറ്റിനെതിരെയുമാണ്. അത് ഗവർണറെ ധരിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം വീണ്ടും ഒരു പ്രഹസനമായിരിക്കും. കഴിഞ്ഞ 4 കൊല്ലത്തെ നയമെടുത്ത് നോക്കിയാലും അതിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും നടപ്പാക്കിയിട്ടില്ല. പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുകയാണ്. ഇവിടെ ഇത്രയും അഴിമതി ആരോപണം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു ഗവൺമെൻറ് ഇവിടെ ഉണ്ടായിട്ടില്ല. ശിവശങ്കർ പറഞ്ഞു, മുഖ്യമന്ത്രി അറിയാതെ ഞാനൊരു കാര്യവും ചെയ്തിട്ടില്ല. 42 അപ്പോയിൻമെൻറ്റുകൾ. ഒന്ന് സ്വപ്നയുടെ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സായിട്ടില്ല, ശമ്പളം 1.25 ലക്ഷം. ഇത്തരത്തിൽ അതിന് മുകളിലുള്ള ബാക്കി ശമ്പളമല്ല. ഇവർക്കൊക്കെ ജോലി എന്തായിരുന്നു? അനധികൃതമായി കാര്യങ്ങൾ ചെയ്യുക, അതാണ് അവരുടെ ജോലി. അങ്ങനെയുള്ളൊരു ഗവൺമെൻറ്, സ്പീക്കർ പോലും വലിയ ആരോപണത്തിന് വിധേയനായിരിക്കും. ആരോപണത്തിന് വിധേയനായിരുന്ന സ്പീക്കർ അദ്ദേഹം ഈ സാമാന്യ മര്യാദയനുസരിച്ച്, അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ ഇത്ര കർശനമായി ആ അന്വേഷണത്തെ തടയാൻ എന്തൊക്കെ ചെയ്യാതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ 2 ഗവൺമെൻറ്റിനെതിരെയും സ്പീക്കർക്കെതിരെയുമുള്ള പ്രതിഷേധമാണ് ഇന്നിവിടെ പ്രകടിപ്പിച്ചത്.
ഈ സർക്കാരിനെതിരെയുള്ള ശക്തമായ ഒരു പ്രതിഷേധത്തിനാണ് UDF തുടക്കം കുറിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്പീക്കറിന് തുടരുവാനുള്ള ധാർമ്മികമായ അവകാശമില്ല. ഇത്രമാത്രം ആരോപണ വിധേയനായി നിൽക്കുന്ന ആദ്യമായിട്ടാണ് കേരളത്തിൻ്റെ സഭാ ചരിത്രത്തിൽ നിയമസഭാ സ്പീക്കർക്കെതിരെ ഗുരുതരമായ ആക്ഷേപവും ആരോപണവും ഉന്നയിക്കപ്പെടുന്നത്. ആ ആരോപണങ്ങൾക്ക് നേരെ ആ അന്വേഷണം അട്ടിമറിക്കാൻ അദ്ദേഹത്തിൻ്റെ ഭരണഘടനാ പദവി അദ്ദേഹം ഇന്ന് വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ നോക്കുന്നു. ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്താൽ സ്പീക്കറിലേക്ക് നിലയിലേക്ക് വരുന്നു. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. സ്പീക്കർ യഥാർത്ഥത്തിൽ ഈ ചിത്രത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിരുന്നു. ഈ സഭാ സമ്മേളനത്തിൽ മാറി നിൽക്കാൻ അദ്ദേഹം തയ്യാറാവണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഒപ്പം തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ അഴിമതി അത് തുറന്നു കാട്ടുന്നതിൻ്റെ ഭാഗവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ ശക്തമായി തന്നെ പ്രതിഷേധിച്ച് ഈ നയപ്രഖ്യാപന പ്രസംഗത്തെ ബഹിഷ്കരിച്ചത്. നയപ്രഖ്യാപനത്തിൽ യാതൊന്നുമില്ല. ഇത് കഴിഞ്ഞ ഇത് 5ാമത്തെ നയപ്രഖ്യാപനമാണ്. കഴിഞ്ഞ 4 എണ്ണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കും നടക്കാൻ കഴിയാത്ത ഒട്ടനവധി പ്രഖ്യാപനങ്ങളുടെ തനിയാവർത്തനമാണ് ഇത്തവണയും കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളത് കേട്ടിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഈ സർക്കാരിനെതിരെ ഉള്ള ശക്തമായ ജനവികാരത്തെയാണ് ഞങ്ങളിന്നിവിടെ പ്രകടിപ്പിച്ചത്. നേതാക്കളും ഇവിടെ പ്രകടിപ്പിച്ച കാര്യങ്ങൾ വിശദമായി പ്രകടിപ്പിച്ച കാര്യം ഞാൻ ആവർത്തിക്കുന്നില്ല. ഏറ്റവും നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇന്ന് പ്രതിപക്ഷത്തെ കേൾക്കാൻ പോലും തയ്യാറാകാതെ ഏകപക്ഷീയമായി വന്നത്. അതിന് പ്രേരിപ്പിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇന്ന് പത്രം വായിച്ചവർ കേരളത്തിലെ മുഴുവൻ ആളുകളും ഞെട്ടിയൊരു സംഭവമുണ്ട്. വയനാട്ടിലെ 2 കുട്ടികൾ, വാളയാറിലെ 2 കുട്ടികൾ ക്രൂരമായി കൊല ചെയ്തു. ആ പ്രതികളെ അന്വേഷിക്കാനോ അവരെ അറസ്റ്റ് ചെയ്യാനോ തയ്യാറായില്ല. അവർ ഒറ്റ കാരണം കൊണ്ടാണ് 2ാമത്തെ കുട്ടി കൊല്ലപ്പെടേണ്ടി വന്നത്. ആ കേസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വന്ന വീഴ്ചകൾ എണ്ണി പറഞ്ഞുകൊണ്ട് വീണ്ടും വിചാരണയ്ക്ക് വെച്ചിരിക്കുക. പോലീസിൻ്റെ ഭാഗത്ത് പരിശോധന വീഴ്ച വന്നു. അത് കേസ് നടത്തിയ അഡ്വക്കേറ്റ്, പോക്സോ കോടതിയിലെ വക്കീലന്മാർ, പ്രോസിക്യൂഷൻ ഭാഗത്ത് പരാജയം വന്നു. പിന്നെ ജഡ്ജിയും ആ കാര്യങ്ങൾ പരിശോധിച്ചില്ല. ഒരു പാവപ്പെട്ട കുടുംബത്തിലെ 2 പെൺകുട്ടികൾ കൊല്ലപ്പെട്ടിട്ട് ആ കേസ് കൈകാര്യം ചെയ്ത് എങ്ങനെയാണ്? ഈ ഹൈക്കോടതിയുടെ പുതിയ വിധി വന്നപ്പോൾ അന്ന് മുഖ്യമന്ത്രി ആ വീട്ടിൽ പോകുമെന്നാണ് നിർദ്ദേശം. അതിന് മുമ്പ് തന്നെ പോകേണ്ടതായിരുന്നു. പക്ഷേ വിധി വന്നപ്പോൾ ഈ കേസിൽ പ്രതികളോടൊപ്പമാണ് ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ എത്തിയിരിക്കുന്നത്. ശരിയായ വിവരങ്ങൾ കോടതിയുടെ മുമ്പിൽ എത്തിക്കാൻ അവർ പരാജയപ്പെട്ടു. ആ അച്ഛനും അമ്മയും ഇവിടെ മുഖ്യമന്ത്രിയെ കാണാൻ വന്നിട്ട് കാണുക പോലും ചെയ്തില്ല എന്നത് ഈ കേരളത്തെ ദുഃഖിപ്പിക്കുന്ന സംഭവമാണ്. ഇന്ന് കേരളത്തിൻ്റെ ദുഃഖമാണ് വാളയാറിലെ ആ 2 കുട്ടികളുടെ അമ്മയുടെയും അച്ഛൻ്റെയും ദുഃഖം. അതിനു പോലും തയ്യാറാകാത്ത ഗവൺമെൻറ്. എനിക്കൊന്നേ പറയാനുള്ളൂ, ആ കുട്ടികളുടെ മാതാപിതാക്കൾ പറയുന്ന ആവശ്യം ഗവൺമെൻറ് അംഗീകരിക്കണം. അംഗീകരിച്ചില്ലെങ്കിൽ ആ തീരുമാനത്തിലെ കേരളത്തിലെ ജനങ്ങൾ ചോദ്യം ചെയ്യും. അവർ പറയുന്നത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ CBI അന്വേഷണം വേണമെന്ന്. 2 മക്കളെ നഷ്ടപ്പെട്ട് അതിന് കുറ്റക്കാരെ കണ്ടുപിടിക്കാനോ ശിക്ഷയ്ക്ക് വിധേയമാക്കാനോ ശ്രമിക്കുന്നതിൽ വലിയ അപാകത വന്ന ഈ കേസ് ഇതിൽ ഇനിയെങ്കിലും ആ കുടുംബത്തിന് നീതി കിട്ടണം. ഇതാണ് കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹം. അതിന് ഗവൺമെൻറ് തയ്യാറാകണം എന്നിവിടെ പറയുന്നു. ഇന്നത്തെ പ്രതിഷേധം ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തി ദിവസങ്ങളിലും